കേരളത്തെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് രാജ്യവ്യാപകമായി മുസ്ലിം വിദ്വേഷം പടർത്താൻ വേണ്ടി സുദീപ്ത സെൻ എന്ന ബംഗാളി സംവിധായകൻ പടച്ചുവിട്ട ഒരു സിനിമയാണ് കേരള സ്റ്റോറി. അത് തിയേറ്ററിൽ വന്ന സമയത്തോ അല്ലെങ്കിൽ ഈ OTT പ്ലാറ്റ്ഫോമിൽ വന്ന സമയത്തോ ഞാനത് കാണാൻ തയ്യാറായിട്ടില്ല. കാരണം അതിൻ്റെ ഉള്ളടക്കം എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഏത് രാഷ്ട്രീയത്തെ സന്നിവേശിപ്പിക്കാനാണ്, സമൂഹ മധ്യം സന്നിവേശിപ്പിക്കാനാണ്, അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് എത്രത്തോളം വെറുപ്പ് പടർത്താനാണ് ആ സിനിമ നിർമ്മിച്ചത് എന്ന ബോധ്യമുള്ളത് കൊണ്ട് ആ സിനിമ കണ്ടിട്ടില്ല. ആ സിനിമയെ അധികരിച്ചുകൊണ്ടുള്ള നിരവധി റിപ്പോർട്ടുകൾ, വിലയിരുത്തലുകൾ എല്ലാം തന്നെ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് കൃത്യമായ ധാരണയും എനിക്കുണ്ട്. ആ സിനിമ ദേശീയ ഗവൺമെൻറ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ഗവൺമെൻറ് നല്ല ചിത്രത്തിനും സംവിധായകനും ഒക്കെയുള്ള അവാർഡ് കൊടുത്ത സിനിമയാണ്. അതായത് കേരളത്തിൽ നടക്കാത്ത, അല്ലെങ്കിൽ കേരളത്തിൽ വളരെ എണ്ണം ചുരുക്കത്തിൽ നടന്ന ഒരു സംഭവത്തെ വക്രീകരിച്ചുകൊണ്ട് വികൃതമാക്കിക്കൊണ്ട് എടുത്ത ഒരു സിനിമയാണ്. 32,000 ആൾക്കാർ ഇവിടുന്ന് ICCയിലേക്ക് പോയെന്നും 32,000 പെൺകുട്ടികളെ മതം മാറ്റി ICCയിലേക്ക് കൊണ്ടുപോയെന്നും അവിടെ ലൈംഗിക അടിമകളായിട്ട് അവർക്ക് ജീവിക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥയാണ്. കേരളത്തിൽ അങ്ങനെ ഒരു ചെറിയൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് സോണിയ സെബാസ്റ്റ്യൻ എന്നൊക്കെ പേരിലുള്ള ക്രിസ്തീയ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന പെൺകുട്ടികൾ ഇസ്ലാം മതത്തിൽ ആകർഷിതരാകുകയും അവർ പിന്നീട് ഈ സിറിയ പോലുള്ള സ്ഥലത്തേക്ക് ഈ ഇസ്ലാമിക് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് പോയി. അങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവം ഇല്ല എന്നല്ല പറഞ്ഞാൽ, അങ്ങനെ ഉണ്ട്, ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മറ്റ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത്തരം സംഭവം കേരളത്തിൽ വളരെ ചെറുതാണ്. കേരളത്തിൽ അത്തരം കേസുകളുടെ എണ്ണം വളരെ ചെറുതാണ്. എങ്കിൽ കൂടി കേരളം എന്ന ബ്രാൻഡ് ചെയ്ത്, കേരളത്തിൻ്റെ കഥ എന്ന ബ്രാൻഡ് ചെയ്ത് സുദീപ്ത സെൻ എന്ന ബംഗാളി 4ാം കിട സംവിധായകൻ, അയാൾ ഇങ്ങനെ ഒരു സിനിമ നിർമ്മിച്ചതിൻ്റെ ഉദ്ദേശം കേരളത്തെ മുൻനിർത്തി എന്താണ്, രാജ്യത്ത് ഇസ്ലാം മത വിദ്വേഷം പടർത്താനാണ് എന്നുള്ളത് ബുദ്ധിയുള്ള, ചോറ് തിന്നുന്ന, ചപ്പാത്തി തിന്നുന്ന ആൾക്കാരുടെ കാര്യം എനിക്ക് പറയാൻ കഴിയില്ല, ചോറ് തിന്നുന്ന ആൾക്കാർക്ക് അറിയാം ഇതിനു വേണ്ടി നിർമ്മിക്കപ്പെട്ട കാര്യമാണെന്നുള്ളത്. ഓക്കെ, ഇതിനൊരു രണ്ടാം അധ്യായം ഉണ്ടായിട്ടുണ്ട്, കേരള സ്റ്റോറി 2. അപ്പോൾ അതിൻ്റെ ട്രെയിലറൊക്കെ നമ്മുടെ നവമാധ്യമങ്ങളിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ട്രെയിലറുള്ള ഒരു രംഗം, ഒരു ഹിന്ദു പെൺകുട്ടിയെ ബലം പ്രയോഗിച്ച് ബീഫ് തീറ്റിക്കുന്ന അതാണ് രംഗം. മലയാളി പെൺകുട്ടിയെ ബലം പ്രയോഗിച്ച് ബീഫ് തീറ്റിക്കുക. ഇവരൊക്കെ ഏത് ലോകത്താണ്? ഇവിടെ ഏത് മലയാളി പെൺകുട്ടിയാണ് ബീഫ് തിന്നാത്തത്? മലയാളത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ബോധമുള്ളവൻ എഴുതി വെക്കുന്നോ അല്ലെങ്കിൽ ചിത്രീകരിക്കുന്ന സാധനം അല്ലത്. ഇവിടെ ഏത് മലയാളി പെൺകുട്ടിയാണ് ബീഫ് തിന്നാത്തത്? നമ്പൂതിരി സമുദായത്തിലെ അവരുടെ ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അവർ പലരും തിന്നില്ല, പരസ്യമായി തിന്നില്ല. എന്നാൽ രഹസ്യമായി തിന്നുന്ന എൻ്റെ ചില സുഹൃത്തുക്കളുണ്ട്. ഞാനത് അവരെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നില്ല. പക്ഷേ മലയാളി പെൺകുട്ടിയെ മൂക്ക് പിടിച്ചുകൊണ്ട് വായ തുറന്നുകൊണ്ട് ബീഫ് ഉള്ളിലേക്ക് കുത്തിക്കയറ്റുക എന്നുള്ളത്, അത് ഉത്തരേന്ത്യയിൽ ചാണകം തിന്നുന്ന, ഗോമൂത്രം കുടിക്കുന്ന ആൾക്കാർക്ക് വലിയ കാര്യമായി തോന്നിയേക്കാം. മലയാളിക്ക് ഒരിക്കലും അതൊരു കാര്യമല്ല. കാരണം അവൻ്റെ ഡെയിലി ജീവിതത്തിൽ ഇതൊക്കെ ഭാഗമാണ് ഈ ഒരു ബഹുസ്വരത. കാരണം തന്നെ അവന് നൂറ്റാണ്ടുകൾക്ക് മുന്നേ അന്താരാഷ്ട്ര സമൂഹമായിട്ട് ബന്ധമുണ്ട്, വ്യാപാര ബന്ധമുണ്ട്, സാംസ്കാരിക ബന്ധമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ സംസ്കാരത്തിൻ്റെ വലിയൊരു ഓപ്പണിങ് കിട്ടിയ ഒരു സമൂഹമാണ് മലയാളി എന്നുള്ളത്. അവനെ ഇസ്ലാം പോലും കേരളത്തിൽ ആക്രമണകാരികളായിട്ടല്ല വന്നത്, ട്രേഡേഴ്സാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇസ്ലാമിക ലോകമായിട്ട് ബന്ധം വ്യാപാര ബന്ധമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ശത്രുതാപരമായിട്ടുള്ള ഒരു സമീപനം ഇസ്ലാമിക ലോകമായിട്ടില്ല, മറിച്ച് സൗഹൃദപരമായ സമീപനമാണ്. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ അതുകൊണ്ട് തന്നെ ഗൾഫ് നാടുകളിൽ, അറേബ്യൻ നാടുകളിൽ തൊഴിലെടുത്തുകൊണ്ട് നാട്ടിലെ സ്വന്തം കുടുംബം പുലർത്തുന്നുണ്ട്.
നാടിൻ്റെ പ്രാദേശിക സമ്പദ്ഘടനയ്ക്ക് അവർ കരുത്തായിട്ട് മാറുന്നുണ്ട്. ഗൾഫിലെ ഭരണാധികാരികളൊക്കെ കേരളവുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നതാണ്. കേരളത്തിലെ ഭരണാധികാരികളൊക്കെ ആയിട്ട് നല്ല ബന്ധം പുലർത്തുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊന്നും മലയാളികൾക്ക് ഈ ഒരു അപരമത വിദ്വേഷം, ഏത് മതമായാലും അത്തരം അപരമത വിദ്വേഷമൊന്നും മലയാളികളുടെ ഉള്ളിലില്ല, ജനറ്റിക്കലായിട്ടില്ല. ആ ജനറ്റിക്കലായിട്ടുള്ളവരുണ്ട്. ഉത്തരേന്ത്യക്കാർ നിശ്ചയമായിട്ട് എന്താണ്, അവരെ സംബന്ധിച്ചോളം ഇസ്ലാം എന്നുള്ളത് അഗ്രസേഴ്സിൻ്റെ മതമാണ്, ഇൻവേഡേഴ്സിൻ്റെ മതമാണ്. എന്ന് പറഞ്ഞാൽ കലാപകാരികളായിട്ടുള്ള വൈദേശിക ആക്രമണകാരികളായിട്ടുള്ള കാര്യങ്ങളുടെ മതമാണ്. അപ്പം അങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലം ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെക്കാൾ അവർക്ക് ഇസ്ലാമിനോടുള്ള വിദ്വേഷവും വിരോധമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇതിൻ്റെ പ്രായോഗികയുക്തി നമ്മൾ പരിഗണിക്കണം. പക്ഷെ അതുകൊണ്ട് ഒരു രാജ്യം, ഒരു ഒരു ദേശീയത എന്ന് പറയുമ്പോൾ നമ്മളൊരു ബഹുസ്വര ദേശീയതയാണ് നമ്മൾ ആദ്യം ഓപ്റ്റ് ചെയ്ത കാര്യമാണ്. കാരണം നമുക്ക് ഏതെങ്കിലും ഒരു മതത്തിന് പ്രാമുഖ്യമുള്ള ഒരു ഭരണവ്യവസ്ഥയല്ല നമ്മൾ വിഭാവനം ചെയ്തത്. എല്ലാ മതങ്ങൾക്കും പ്രാധാന്യമുള്ള, എല്ലാ നല്ല കാര്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ബഹുസ്വരമായ ദേശീയതയാണ് നമുക്കുള്ളത്. അപ്പോൾ ആ ദേശീയത നിലനിർത്തുക എന്നുള്ളത് നമ്മളെ ബാധ്യതയാണ്. അപ്പോൾ അപരമത വിദ്വേഷമൊന്നും പടർത്തിക്കൊണ്ട് പൗരന്മാരെ തമ്മിലടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ദേശീയതയെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിലനിർത്താൻ പറ്റില്ല. ഇപ്പോൾ ഹിന്ദു എന്ന പേര് പോലും എന്താണ്, വൈദേശികമായിട്ട് നമുക്ക് ചാർത്തിപ്പെട്ട് കിട്ടിയതാണ്. ഇൻഡസിനിപ്പുറമുള്ളവരെ ഹിന്ദുക്കളെന്ന് വിളിച്ചത് തന്നെ എന്താണ്, പേർഷ്യക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഹിന്ദു എന്ന പേര് പോലും നമ്മുടെ വൈദേശിക സംഭാവനയാണ്. അപ്പം അതിൽ ഇപ്പുറം ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ആ അർത്ഥത്തിൽ ഹിന്ദുക്കളാണ്. ഇന്ന് ലോകത്തിൻ്റെ വ്യത്യസ്ത കോണുകളിൽ സഞ്ചരിക്കുന്ന മലയാളി യാത്രികരായിക്കോട്ടെ, അവരെയൊക്കെ ഹിന്ദുക്കൾ എന്നാണ് വിളിക്കുന്നത്. ഹിന്ദു, ഇന്ത്യ, ഹിന്ദു എന്നാണ് അവരെ വിളിക്കുന്നത്. അതൊരു വിശാലമായ ബഹുസ്വര ദേശീയതയുടെ ബ്രാൻഡാണ് ഹിന്ദു എന്നുള്ളത്. അപ്പോൾ അതിനെ വിപുലീകരിക്കുന്നതിന് പകരം നമ്മൾ ഈ പരസ്പരം ഇവിടെ രാജ്യത്തിനകത്ത് മതങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കുക, അത് താൽക്കാലിക രാഷ്ട്രീയ അധികാരം നിലനിർത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ നേടാൻ വേണ്ടിയോ മാത്രം ചെയ്യുന്നതാണ്. പക്ഷെ അതൊക്കെ ആത്യന്തികമായിട്ട് ഈ രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്നതാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. പ്രത്യേകിച്ച് വ്യത്യസ്ത ദേശീയതകളുടെ, ഉപദേശീയതകളുടെ, വ്യത്യസ്ത സംസ്കാരങ്ങളുടെ, വ്യത്യസ്ത ഭാഷകളുടെ ഒരു സങ്കരഭൂമിയാണ് നമ്മുടെ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു നൂലിൽ കോർത്ത മുത്തുമാല പോലെ പരിരക്ഷിക്കേണ്ട ബാധ്യത ഓരോ ഇന്ത്യക്കാരനുമുണ്ട്. അത് ഭരണാധികാരിക്ക് മാത്രമല്ല, ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഇന്ത്യ ആ വിധത്തിൽ ഏകത്വത്തോടു കൂടി നിലനിർത്തണം എന്നുള്ള ബാധ്യതയുണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റണം. ഈ സുദീപ്ത സെന്നിനെ പോലെയുള്ള മൂന്നാംകിട സംവിധായകരോ അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയക്കാരോ അല്ല യഥാർത്ഥ ഇന്ത്യ. യഥാർത്ഥ ഇന്ത്യ ജനങ്ങളുടെ ഇന്ത്യയാണ്, ബഹുസ്വരതയുടെ ഇന്ത്യയാണ്, വ്യത്യസ്ത കാഴ്ചപ്പാടുകളുടെ ഇന്ത്യയാണ്, ആ ഒരു മഹത്തായ പാരമ്പര്യങ്ങളുടെ ഇന്ത്യയാണ്, വ്യത്യസ്ത മതങ്ങളെ ജന്മം കൊടുത്ത ഇന്ത്യയാണ്. ആ ഇന്ത്യ ലോകത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ഇന്ത്യയുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യ എന്നുള്ളത്. ആ ഇന്ത്യയെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഗുഡ് ബൈ.